ഇടാനായിട്ട് പോവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട് ഇന്ന്. അപ്പോൾ ഓരോ യൂണിറ്റായിട്ട് ഇന്ന് കരോൾ സോങ് പാടണം, അതാണ് സംഭവം. അപ്പോൾ ഗായ്സ്, ഞങ്ങളുണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട്, ഞാനും മമ്മിയും കൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വൈറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും, ഓരോ യൂണിറ്റായിട്ട് കരോൾ തുടങ്ങും. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് പുറത്താണ് കേട്ടോ ഇപ്പോൾ ഒരുക്കിയേക്കണേ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ണികളുടെ ഡാൻസാണ്, അത് കഴിഞ്ഞിട്ടാണ് ഓരോ കരോൾ തുടങ്ങുള്ളൂ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇതൊക്കെ ഉണ്ടാവും, പരിപാടി പോലെയൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ പരിപാടിയൊക്കെ തുടങ്ങും. പിന്നെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഏഞ്ചൽ ഡാൻസ് ആണ്, നമ്മുടെ കുഞ്ഞാറ്റും കുഞ്ഞൂസ് അതിനകത്തുണ്ട് കേട്ടോ ആ ഡാൻസിൽ. റിക്വസ്റ്റ് ചെയ്യാണ്. അവർ നന്നായി ഡാൻസ് കളിച്ചിട്ടില്ലേ? നല്ലൊരു കൈഡ് അവർ അർഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി നല്ലൊരു കൈഡി കൊടുത്ത് ഇപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളെ ഒന്ന് സ്നേഹിച്ച്. ഇനി കുഞ്ഞ് മാലാകമാര് വന്നു. ഇനി നെക്സ്റ്റ് എന്താ ക്രിസ്മസിന് വരേണ്ടത്? അങ്ങനെ കുഞ്ഞാറ്റയുടെ പരിപാടി കഴിഞ്ഞ് ഓരോ കരകളായിട്ട് തുടങ്ങി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നാടകം ഉണ്ടായിരുന്നു. മറിയത്തിന്റെ ഗർഭധാരണം മുതൽ പിറവി വരെയുള്ള ഒരു നാടകമായിരുന്നു അവർ കാണിക്കുന്നുണ്ടായിരുന്നേ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശ്രദ്ധിക്കേണ്ട. അവൾ ഗർഭം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാട്ട് തുടങ്ങി. അങ്ങനെ നമ്മളൊക്കെ കയറി. പിന്നെ കുഞ്ഞാറ്റ വെറുതെ കയറി നിൽക്കണതാണ് കേട്ടോ. അവൾ ഡാൻസ് പഠിച്ചിട്ടില്ല, എന്നാലും അവൾക്ക് അറിയണ പോലെയൊക്കെ അവൾ ചുണ്ടനക്കുന്നുണ്ടായിരുന്നു നിന്നിട്ട്, അറിയണ പോലെ. കാരണം ഞങ്ങൾ പ്രാക്ടീസിന് പോകുമ്പോൾ അവൾ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ അങ്ങനെ കുറച്ചൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ തുടങ്ങി. എനിക്കാണ് ഈ പാട്ടിൽ ഒരു ഭാഗത്തുമ്പോൾ സൗണ്ട് കിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂണിറ്റിൽ ഇങ്ങനെ സാന്യമാരൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ യൂണിറ്റിലത്തെയും പാട്ടുകളൊക്കെ കൊള്ളാം. ക്രിസ്മസ് അപ്പൂപ്പനെ മുഖം നോക്കട്ടെ. വാ, എവിടെയാ വീട്? പൂച്ചട്ടിയില്ല. പിന്നെ ഓരോ യൂണിറ്റ് ഇങ്ങനെ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സൈഡിലായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാ സ്റ്റാറുകളും കാണാനും. അപ്പോൾ ഇതൊരു മത്സരമായിരുന്നു സ്റ്റാർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വിന്നേഴ്സ് ഏത് യൂണിറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിൻ്റെ ഇനി പറയും. ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നതാണ് നമ്മുടെ യൂണിറ്റ് ഉണ്ടാക്കിയ സ്റ്റാർ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ആ നൈറ്റിലത്തെ പരിപാടി അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ പിറ്റേ ദിവസത്തെ പരിപാടികളാണ് കാണിക്കാൻ പോകുന്നത്. അന്ന് നൈറ്റ് നമ്മുടെ വീട്ടിലേക്ക് ഒരു കരോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാന്റ നൈറ്റ് ആയിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൊണ്ണത്തലയുടെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കളിക്കലും പിന്നെ ഒരു വേറെ പാട്ടൊക്കെ ഇട്ട് തരും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കളിച്ച് റോട്ടിക്കോളം നടക്കും. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് സാന്റ നൈറ്റിന് പോവാണ്. നമ്മള് പോവാണ്. നമുക്ക് അവിടെ ആലിന്റെ അവിടെയാണ് നമുക്ക് പരിപാടി. അപ്പൊ നമ്മൾ വേഗം പോവാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. പരിപാടിക്ക് തുടങ്ങാറായി. നമ്മളെ റോട്ടിലേക്കൊക്കെ നിന്നു എല്ലാവരും. എന്നിട്ട് ഞങ്ങൾ അവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്, 4 വരിയായിട്ട്. കാരണം ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ വേറെ പാട്ടൊക്കെ ഇട്ട് തരും. അപ്പം അതിനൊക്കെ നിന്ന് ഞങ്ങൾ തുള്ളായിരുന്നു. നമ്മൾ പൂച്ചിട്ടി തൊട്ട് പുഴയോരം വരെ പോയിട്ട് ഡാൻസ് കളിച്ചു. ഇങ്ങനെ നമ്മളൊരു ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ബൊണ്ണത്തലയുടെ ഡാൻസ് കളിക്കും. അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒക്കെ വേറെ പാട്ടിട്ട് തരും, അങ്ങനെ കളിക്കും. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടാ എല്ലാം കഴിഞ്ഞ്.
അപ്പോൾ ഈ നൈറ്റിലത്തെയും പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.